ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പേഴ്സൻ്റെ കോൾ മെസ്സേജ് അവരിലേക്ക് കടന്നു വന്നതിനായി നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരു റീയൂണിയന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിലേക്ക് റീയൂണിയൻ സാധ്യമായതിനാൽ നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയും. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി ആണ് ചോദിക്കുന്നത് ചോദ്യങ്ങൾ. നിങ്ങൾ ഈ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് ചോദിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിക്കരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മാത്രം നിങ്ങൾ എടുക്കുക, പേഴ്സൻ്റെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ഷുഗർ കോട്ടിംഗ് ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഉത്തരം അറിയുന്നതിന് നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ പേര്, ആ ഫേസ് മാത്രം ആലോചിച്ചുകൊണ്ട് ഏറ്റവും കറക്റ്റ് റീഡിംഗ് തരുന്നതിന് വേണ്ടി യൂണിവേഴ്സ് ശക്തിയിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നത്തിൻ്റെ തുടക്കം എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, യഥാർത്ഥ കാരണം, ആ പ്രശ്നത്തിന് തുടക്കമുണ്ടാകാനുള്ള യഥാർത്ഥ കാരണം, റൂട്ട് പ്രശ്നം എന്തായിരുന്നു? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു 6 ഓഫ് കപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് റൂട്ട് എന്തായിരുന്നു? ഓക്കെ, അടുത്തത് തേർഡ് പാർട്ടി ഉണ്ടാക്കിയ പ്രശ്നം. നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റീസെൻറ്റ് പ്രസൻ്റ് ആണ്. അടുത്ത സമയത്തായിട്ട്, ഈ കഴിഞ്ഞു പോയ അടുത്ത സമയത്തായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അങ്ങനെ തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവരെ വിട്ടുകളയുക. ഓക്കെ, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ്? പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ പ്രസൻറ്റിലുള്ള അവസ്ഥ എന്താണ്? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, കാരണം ഒറ്റ കാർഡ് വീതമാണ് എല്ലാത്തിനും എടുക്കുന്നത്. കാരണം ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഒരുപാട് എനർജിയും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആകുന്നത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഒരുപാട് കിട്ടുന്ന വ്യക്തികളുടെ എനർജി ആയിരിക്കും കാർഡിലേക്ക് വരുന്നത്. ഐ കോണ്ടാക്റ്റ് നല്ല രീതിയിൽ വേണം, കാരണം കാണുന്ന വ്യക്തികൾക്കായിരിക്കും കൂടുതൽ എനർജി ലഭിക്കുന്നത്. ഓക്കെ, ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം യൂണിവേഴ്സ് നൽകുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നത്തിന് പരിഹാരം യൂണിവേഴ്സ് എന്താണ് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള അഡ്വൈസ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഫ്യൂച്ചർ എന്താകും? ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഓക്കെ, പോസിറ്റീവോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ ഫ്യൂച്ചർ തന്നെ ആകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത് നിങ്ങളുടെ എനർജിയും ആകാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ആകാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താണ്? ഓക്കെ, ഇന്നത്തെ ചുറ്റുപാട്, എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ഇന്നത്തെ ചുറ്റുപാട് എന്താണ്? ഓക്കെ, ഇന്നത്തെ പേടി ചലഞ്ച് എന്താണ്? ഇന്നത്തെ ദിവസത്തിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചലഞ്ച് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഭയക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ലൈഫിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ ലൈഫിൽ പാഠമാക്കേണ്ട കാര്യം എന്താണ്? ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്. എന്നെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ സഹായിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏഞ്ചൽ തന്നെ ഇറങ്ങി വന്ന് ഗൈഡ് ചെയ്യാൻ സഹായിക്കണമേ. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നത്തിൻ്റെ തുടക്കം എന്തായിരുന്നു എന്ന്.
ഓക്കെ, ചില വ്യക്തികളുടെ കടന്നുകയറ്റം, ഫ്രണ്ട്സുകൾ, ഓക്കെ, ഫ്രണ്ട്സുകളുടെ കടന്നുകയറ്റം, ചില മെസ്സേജുകൾ, കോളുകൾ നിങ്ങൾ കാണാനിടയായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ, ഓക്കെ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പുറമേ നിന്നും ചില വ്യക്തികൾ നൽകിയ ഗിഫ്റ്റിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ, ഓവറായിട്ടുള്ള മെസ്സേജ്, കോള്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ പെട്ടെന്നുണ്ടായ ചില മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആദ്യമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ. ഓക്കെ, തുടക്കം അതായിരുന്നു, ആ ഒരു കാര്യത്തെ ചൊല്ലിയായിരുന്നു പ്രശ്നങ്ങൾ. ചില മെസ്സേജ് അയക്കാൻ താമസിക്കുന്നു, അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകുന്നില്ല, അല്ലെങ്കിൽ ചില കോളുകൾ, മറ്റ് ചില ഫ്രണ്ട്സുകളുടെ കോളുകൾ വരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് വരുന്നു, അതിനെ ചൊല്ലിയായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നങ്ങളുടെ തുടക്കം. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ചില വഴക്ക് തർക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റ്, ഇടയ്ക്കിടയ്ക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ മറ്റ് ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടിയിട്ട് മറ്റ് ചില വ്യക്തികളുമായിട്ട്, അവരുടെ പഴയ സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും കോണ്ടാക്റ്റിൽ പോകുകയും ആ കോണ്ടാക്റ്റ് കൂടുതൽ ശക്തമായി തീരുകയും അവരുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആകുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. അപ്പം അതിനുശേഷവും അതിനു മുന്നും നിങ്ങൾ തങ്ങളിലുള്ള കോൺഫ്ലിക്റ്റ് കൂടിക്കൊണ്ടിരുന്നു. ആദ്യമേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആദ്യ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ ചൊല്ലിയല്ലായിരുന്നു, അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരുന്നു ഇടയിലുണ്ടായ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും. പക്ഷേ പിന്നീട് മെസ്സേജ്, കോള്, മറ്റ് പേഴ്സണ് സമയം കൊടുക്കുന്നതിനെ ചൊല്ലി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചില ഡൗട്ടുകളെ ചൊല്ലിയായിരുന്നു പിന്നീട് കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി, അത് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ ഫാമിലി ആകാം, പേരൻസ് ആകാം, ആരുമാകാം. ഓക്കെ, അപ്പം ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയ റീസെൻ്റ് പാസ്റ്റിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കൺട്രോള് ആ പേഴ്സൺ കൊണ്ടുപോയി. ഓക്കെ, അതിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളത് ആ ഒരു തേർഡ് പാർട്ടി ആയിരുന്നു. ആ തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന രീതിയിൽ, അവർ ഡിസൈൻ ചെയ്യുന്നതായിട്ടുള്ള രീതിയിലാണ് പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, ആർക്ക് എന്തൊരു പ്രയോറിറ്റി കൊടുക്കണം, ആർക്ക് എന്ത് കോൾ ചെയ്യണം, ആർക്ക് എപ്പോഴൊക്കെ സമയം കൊടുക്കണം എന്നുള്ളതെല്ലാം നിയന്ത്രിച്ചത് മൂന്നാമതൊരു വ്യക്തിയായിരിക്കും. ചിലപ്പം അത് എല്ലാം ലവ് തേർഡ് പാർട്ടി ആകണമെന്നില്ല, ചിലപ്പം നിങ്ങളുടെ റിലേഷനിലുള്ള ആളും ആകാം. ഓക്കെ, ചില ജോലി കൂടുതൽ, ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു, ചില സാമ്പത്തിക ഇടപാടുകൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ വന്നു. റീസെൻ്റ് ആയിട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഈ കാരണങ്ങളെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായി. സാമ്പത്തികം തേർഡ് പാർട്ടിക്ക് കൊടുത്തതിനെ ചൊല്ലി ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും തേർഡ് പാർട്ടിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം എന്തിനും ഏതിനും തേർഡ് പാർട്ടിയുടെ അഭിപ്രായം വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും സ്ഥാനം തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് യാതൊരു വാല്യൂ തരുന്നില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, അതാണ് റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും സംസാരമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, പ്രസൻറ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഹെർമിറ്റ് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഐസൊലേഷനാണ്, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല, എന്തൊക്കെയോ ഉള്ളിൽ ഒളിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. എന്തെങ്കിലും ചെറിയ രീതിയിൽ മെസ്സേജോ കോളോ ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് ഒരുപാട് സ്നേഹത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നതിനോ നിങ്ങൾ രണ്ടുപേരും മുതിരുന്നില്ല. ചില വ്യക്തികളുടെ ഉള്ളിൽ നോ കോണ്ടാക്റ്റ് ആണ് പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത്. ചിലരുടെ എനർജി എന്ന് പറയുന്നത് ഫുള്ള് നോ കോണ്ടാക്റ്റ് തന്നെയാണ്
നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഇപ്പം അടുത്ത ദിവസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പോലും നിങ്ങൾക്ക് ഒരറിവും ഇല്ല. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്, പരസ്പരം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു അപ്പൂപ്പം പോണെന്ന് കണ്ടോ, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. മാനസികമായിട്ട് ഒരുപാട് തളർന്ന അവസ്ഥയാണ്, ക്ഷീണിതമായിട്ട അവസ്ഥയാണ്. നിങ്ങളുടെ റിലേഷൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു എനർജി ഇല്ലാണ്ട് പോകുന്ന അവസ്ഥയാണ്. യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ പ്രകാശത്തിൽ, ഇതുപോലെയുള്ള ടാരോ റീഡിൻ്റെയും മറ്റും പ്രകാശത്തിലാണ് നിങ്ങളിപ്പം റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നത്. ഈ ഒരു ചെറിയ വെട്ടം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ പ്രകാശമാണ്. ആ ഒരു പ്രകാശത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് പ്രസൻറ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലുമായിട്ട് കടന്നു പോകുന്നത്. പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു അറിവുമില്ല. അവനവൻ്റെ സോളിനെ അന്വേഷിക്കുകയാണ്, സ്പിരിച്വലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജീവിതത്തിൽ എന്താണ് പ്രശ്നങ്ങൾ നടന്നതെന്നും ആരാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അറിവിലേക്ക്, അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ പക്വതയോടുകൂടി ചിന്തിച്ച് മുന്നോട്ട് പോകുകയാണ്. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കുറേ പക്വത എടുത്തിരിക്കുന്നു. ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പക്വത ലഭിച്ചിരിക്കുന്നത്. അടുത്തത് പ്രശ്ന പരിഹാരം. നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായിരിക്കുന്നതാണ്. സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് വരാൻ പോകുന്നു. നിങ്ങൾക്ക് സമയം അനുകൂലമാകാൻ പോകുന്നു. നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ക്ഷീണിച്ച് ഈ അവസ്ഥയിൽ കൂടി ഇരുന്നാൽ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് വളരെ താമസിക്കും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുകയും ഇന്നർ സ്ട്രെങ്ത് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിച്ച് ഇതെന്ന് പറയുന്നത് ഈ കുതിര എന്ന് പറയുന്നത് ഡിവൈൻ പവറാണ്, യൂണിവേഴ്സിൻ്റെ പവറാണ്. ആ ഒരു പവറിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് ഒരുക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അത്ഭുതം സംഭവിക്കും. സണ്ണ് ഉദിച്ച് വരിക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രീ ആകണം. നിങ്ങൾ ഭാരം എടുക്കാൻ പാടില്ല. നിങ്ങൾ ഭാരങ്ങളെ അഴിച്ചുവിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിൻ്റെ മുകളിലൊന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും. നിങ്ങളുടെ പ്രതിബന്ധനങ്ങളെല്ലാം, നിങ്ങൾക്ക് ഇതുവരെയും തടഞ്ഞു വെച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആകെ കഴിയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ഡിവൈൻ പവറിന് മാത്രമേ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ പ്രശ്ന പരിഹാരം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഫ്രീ ആകുക. ഭാരം ചുമന്ന് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ ഫ്രീ ആകുക. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ട് ഈ കുട്ടി കണ്ടില്ലേ, ആ കുട്ടി ആ ഒരു ഡ്രസ്സെന്ന് പറയുന്നത്, ഡ്രസ്സില്ലാണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു മറവും ഇല്ല. ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാം ഓപ്പണായിട്ട്, എനിക്കിനി ഒന്നും ഒരു ഭാരവും എനിക്കിനി ചുമക്കാൻ പറ്റില്ല, എന്നെ നീ ചുമന്നോ എന്നുള്ള രീതിയിൽ ഫ്രീ ആയി ഹാപ്പി ആയിട്ട് യൂണിവേഴ്സിലേക്ക് സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതും ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് എല്ലാ ഭാരവും അവിടെ കൊടുത്തുകൊണ്ട് ഹാപ്പി ആവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോസിറ്റീവായി തീരും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാ സൈനും വന്നിട്ടുണ്ട്. വാട്ടർ, എയർ, ഈ വന്നിരിക്കുന്ന 4 ഫ്ലവർ എന്ന് പറയുന്നത് നിങ്ങളുടെ എലിമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ രാശികളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ശക്തമേറിയ ഇൻറ്റ്യൂഷൻ പവറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വളഞ്ഞു വന്നിരിക്കുന്ന രശ്മികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കൊണ്ടുവരണം. ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കും, അത് യൂണിവേഴ്സ് തരുന്നതാണ്. പക്ഷേ നിങ്ങൾ ഇന്നർ പവർ കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ കഴിവാണ്. ഈ കുഞ്ഞു കുട്ടി പിടിച്ചിരിക്കുന്നത് ഒരു വലിയ ഒരു തുണിയാണ്. ആ തുണിയെ കൊണ്ടുവരാനുള്ള അതും എങ്ങും പിടിച്ചിട്ടുമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതിനെ പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിനെയാണ് പറയുന്നത്. ആ ഇന്നർ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. നെഗറ്റീവ് അടിച്ചിരിക്കാൻ പാടില്ല. അത് മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന പരിഹാരം, പ്രശ്ന പരിഹാരം. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളത്, നിങ്ങൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മറികടക്കും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും,
ഒരുപാട് ടെൻഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പം നിൽക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ഒരുപാട് തിരകൾ നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിൽ കൂടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂണിവേഴ്സിൽ നിന്നും ഏഞ്ചൽ എത്തിയിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നല്ല ഉപദേശങ്ങളും നല്ല ജ്ഞാനവും നിങ്ങൾക്ക് പകർന്ന് നൽകിക്കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ ഈ ഒരു സ്ഥാനത്ത് നിന്നും ശാന്തമായിട്ടുള്ള മറ്റൊരു സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പക്ഷെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളിതാ ഈ ഭാരങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകരുത് എന്ന് യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മാനസികമായി തളർന്ന അവസ്ഥയാണ്. ഓക്കെ, ഈഗോ എല്ലാം വിട്ട് നിങ്ങൾ മനസ്സമാധാനത്തോടെ കടന്നു പോകേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം സമാധാനം ലഭിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, രണ്ടുപേരുടെ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും എന്താണ് ഇന്നത്തെ എനർജി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില നഷ്ടങ്ങളെ ഓർത്ത് നിൽപ്പാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് കാണിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, ആ നഷ്ടങ്ങളിലേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് വെച്ച് നീട്ടിയിരിക്കുന്നതായ ഓഫറുകൾ നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, സ്റ്റക്ക് സിറ്റുവേഷനാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു പാത ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലം കാണാം. അതൊരു വൈറ്റ് കളറിലെ പാലമാണ്. ആ പാതയെന്ന് പറയുന്നത് യൂണിവേഴ്സ് ഡിവൈൻ്റെ പാതയാണ് കാണിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിൽക്കുമെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഈ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ നെഗറ്റീവിലേക്ക് നോക്കി നിൽക്കാതെ നിങ്ങൾ ഡിവൈനിലേക്ക് വിശ്വസിക്കുക. നിങ്ങൾ ഈ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തപ്പെടും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഒരു തുറമുഖത്ത് എത്തിച്ചേരും. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ പറയുന്ന കാര്യം. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ നെഗറ്റീവിലേക്ക് മാത്രം നോക്കി നിൽക്കരുത്. ഇന്നത്തെ ദിവസം പല വ്യക്തികളും ഒരുപാട് വിഷമത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ സ്വയം പുറത്ത് വരണം, സ്ട്രെങ്ത് എടുക്കണം. ഓക്കെ, ഇന്നർ സ്ട്രെങ്ത് എടുക്കണം. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ചുറ്റുപാട് എന്താണ്? നിങ്ങൾക്ക് ഓഫറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികളുടെ മെസ്സേജ് അത് നിങ്ങൾക്ക് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഓപ്പൺ ആക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വന്നു ചേരും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലിയായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ കണ്ടിരുന്ന ഒരു സ്വപ്നം നിങ്ങൾക്കിന്ന് സംഭവിക്കും. ചില വ്യക്തികൾ ഇന്ന് നിങ്ങൾക്ക് ഒരു ഓഫർ തരും, ഒരു ന്യൂ ലവ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും ഇന്നേ ദിവസം. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. എത്രത്തോളം യൂണിവേഴ്സിൻ്റെ ശക്തി നെഗറ്റീവ് കൂടാതെ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചലഞ്ച് നേരിടുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ത്രീ ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചില പ്ലാനുകൾ നടക്കുമോ, അത് നടക്കാതിരിക്കുമോ എന്നുള്ള ഒരു ഭയം. നിങ്ങളെന്തോ ശക്തമായ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, പ്ലാൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുമോ എന്നാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെയും. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു എനർജി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ വിട്ട് കളയുക. നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിലായിരിക്കാം എന്ന് വിചാരിക്കുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഇന്ന് ഭയപ്പെടുന്നതും അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യം പ്ലാനിങ് ആണ്. നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു പേടി. ഓക്കെ, ഏതെങ്കിലും യാത്രയാണ് കാണുന്നത്. ചില യാത്രകളിലേക്ക് കടന്നു പോകുന്നത് സംഭവിക്കുമോ, അതെന്തുകൊണ്ട് വരുന്നില്ല? പണം അടച്ചിട്ടും എന്തുകൊണ്ട് അതിൻ്റെ ഭാഗത്ത് നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ലഭിക്കുന്നില്ല? ജോലി എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? ചില സ്ഥലങ്ങളിൽ പൈസ എന്തുകൊണ്ട് തിരിച്ച് കിട്ടുന്നില്ല? ജോലിയാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഗ്രോത്ത് വരുന്നില്ല? അങ്ങനെ ചില കാര്യങ്ങളിൽ ചില സംശയങ്ങളോടുകൂടി ഇന്നത്തെ ദിവസം നിൽക്കുന്നു. അത് ചലഞ്ച് ചെയ്യപ്പെടുന്നു. ഓക്കെ, ചിലപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലായിരിക്കാം.
ചില തേർഡ് പാർട്ടികളെയാണ് ഇവിടെ ഭയപ്പെടുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലത്ത് പണം കൊടുത്തിട്ടുണ്ടായിരിക്കാം, ചില ജോലിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾ കുറച്ച് ടെൻഷൻ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തതിന് ചില ഭയം കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഇന്നത്തെ ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണ് എന്നാണ് യൂണിവേഴ്സിനോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ദിവസം കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഗുണപാഠം എന്ന് പറയുന്നത് 7 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. എടുത്തു ചാടി ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ഒരു വ്യക്തിയെ നോക്കിയാൽ മനസ്സിലാകാം, അയാൾ ആദ്യം മുന്നോട്ട് ചാടി ഓടുന്നതോടൊപ്പം തന്നെ തിരിഞ്ഞു നോക്കുന്നതായിട്ട് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പേ എടുത്തു ചാടി എന്തോ ആക്ഷൻ ചെയ്യുകയാണ്. പുറകിൽ നിന്ന് ഒരാൾ എന്തോ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്തു, എന്നാൽ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നില്ല. കയ്യിൽ കുറച്ച് വാളുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, എന്നാൽ വീണ്ടും അവിടെ അവശേഷിപ്പിക്കുന്നതായ 2 വാളുകളുണ്ട്. അപ്പം നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു ജോലി ചെയ്യുമ്പോൾ അത് പൂർത്തിയാക്കി സാവധാനം ചെയ്ത് തീർക്കുക. ഓക്കെ, പിന്നെ ആരാണ് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് എടുത്തു ചാടാൻ. ഓക്കെ, അപ്പം അതിലോട്ട് എടുത്ത് ചാടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏതൊരു കാര്യവും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ബുദ്ധി ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുക. ആ വാള് പിടിച്ചിരിക്കുന്നത് തലകീഴായിട്ടാണ്. അപ്പം നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ജോലിയുടെ പ്രൊസീജിയർ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ജാഗ്രത ആവശ്യമാണ്. ചില മോഷണങ്ങളോ കാര്യങ്ങളോ സംഭവിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. മറ്റുള്ള വ്യക്തികൾ നമ്മളെ ചതിക്കുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും കുറച്ച് ശ്രദ്ധാപൂർവം ഇന്നേ ദിവസം നിങ്ങൾ നിൽക്കേണ്ടതാണ് എന്ന് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലും വരാം, നിങ്ങളുടെ എനർജിയിലും വരാം. ഓക്കെ, അപ്പം നമുക്കിന്ന് നിങ്ങളുടെ റീയൂണിയനെ കുറിച്ചോ ഒന്നും നോക്കിയിട്ടില്ല. റീയൂണിയനെ കുറിച്ചൊന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജിയിൽ വ്യൂസും പേഴ്സണുമായിട്ടൊരു റീയൂണിയന് സാധ്യതയുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്നത്തെ ദിവസത്തിൽ റീയൂണിയനുള്ള സാധ്യത ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഇന്നത്തെ ദിവസത്തിൽ വ്യൂസും പേഴ്സണുമായിട്ടൊരു റീയൂണിയന് സാധ്യതയുണ്ടോ? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്ന വ്യക്തികൾ മാത്രം എടുക്കുക. 2 കാർഡ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 2ാമത്തെ കാർഡ് നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം എന്തായാലും റീയൂണിയനുള്ള സാധ്യത 2ാമത്തെ കാർഡിൽ ഇന്നേ ദിവസം ഇല്ല, ഇന്നത്തെ ദിവസം ഇല്ല. ഓക്കെ, ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് ഇന്നേ ദിവസം റീയൂണിയൻ അല്ല, ചില സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചില ചോദ്യങ്ങൾ വന്നേക്കാം. ഒരു റീയൂണിയനായിട്ടുള്ള കാര്യമല്ല വന്നിരിക്കുന്നത്. ചില സംസാരങ്ങളോ കോളിങ്ങോ ഒരു ചെറിയ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരിക്കും. വളരെ സ്നേഹത്തോടെയുള്ളതല്ല. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജോ കോളോ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് ആണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്ന മെസ്സേജ് നിങ്ങളുടെ മനസ്സിൻ്റെ തോട്ടാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് കൊടുക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം. ചാരിയറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ഇതാണ്: നിങ്ങളിലേക്ക് തിരിച്ചു വരും, പക്ഷേ ഈ ഒരു സമയം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കുടുംബം, ജോലി, ഈ ഒരു കാര്യത്തിലേക്കാണ് അവരുടെ കൂടുതൽ ഫോക്കസ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങളെ കാണാനും മിണ്ടാനും ഒക്കെ ഉള്ള സാഹചര്യത്തിന് സമയം അനുകൂലമാകുമ്പോൾ കടന്നു വരുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് വളരെ പ്രധാനമായിട്ടുള്ള ജോലി, അവരുടെ കുടുംബം, അതിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ അവരിപ്പോൾ ഫോക്കസ് ചെയ്യുകയാണ്. ഈ ഒരു സമയം നിങ്ങളെ വിട്ടൊന്നും കളഞ്ഞിട്ടില്ല. കയ്യിൽ പിടിച്ചിരിക്കുന്ന ദണ്ടെന്ന് പറയുന്നത് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെ അവർ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, അവർ നിങ്ങളെ പിടിച്ചിരിക്കുക തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയം അവർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, നിങ്ങളിലേക്ക് കടന്നു തന്നെ വരും. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു റീയൂണിയൻ തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. എനിക്ക് ഉറക്കമില്ല, ഞാൻ ഡിപ്രഷനിലാണ്, നിങ്ങളില്ലാണ്ട് എനിക്ക് പറ്റത്തില്ല, ഞാൻ രോഗിയായി നിൽക്കുന്നു, എനിക്ക് പറ്റുന്നില്ല, രാത്രി എനിക്ക് സ്വപ്നങ്ങൾ കാണുന്നു, ദുർസ്വപ്നങ്ങൾ കാണുന്നു, സഹിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, എത്രയും പെട്ടെന്നൊരു റീയൂണിയൻ നൽകണമേ, എന്നെ വന്ന് കാണണമേ എന്നുള്ള മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, വിവാഹത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന വ്യക്തികൾ, ചില വ്യക്തികൾ വിവാഹത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ റീയൂണിയന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരു ഹാപ്പി മെസ്സേജ് എങ്കിലും അയച്ചെങ്കിൽ മതി എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഒരു ടൈം പ്രഡിക്ഷനും കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടൈം പ്രഡിക്ഷൻ കൂടി എൻ്റെ വ്യൂസിന് നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈം പ്രഡിക്ഷൻ കൂടി നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു കാർഡും കൂടി എടുക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾ 3 കാർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. 1, 2, 3. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് നൽകണമേ. ഈ ഒരു ടൈമിൽ തന്നെ എൻ്റെ വ്യൂസ് ഒരു കോൾ മെസ്സേജ് റീയൂണിയൻ ആഗ്രഹിക്കുന്നത് സഫലമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് കോള് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫസ്റ്റ് നമ്പർ. സെക്കൻഡ്, ഇന്നേ ദിവസം നിങ്ങൾക്ക് കോള് മെസ്സേജ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നടപടി എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ നടപടിയാണോ എടുക്കേണ്ടത് അത് നിങ്ങൾ എടുക്കുക, കാത്തിരിക്കുന്നത് അവസാനിപ്പിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ചില മൂവോണും നല്ലതാണ്, നിങ്ങൾ വിഷമിക്കാനല്ല, ചില വേദനകൾ നല്ലതിനാണ് എന്ന് വിശ്വസിക്കുക. നമ്മൾ ചില ഇഞ്ചക്ഷനൊക്കെ എടുക്കത്തില്ലേ, അപ്പോൾ വേദനിക്കുമെങ്കിലും ആ വലിയ രോഗത്തിൽ നിന്നും വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു ആശ്വാസം ലഭിക്കും. ആ ഒരു രോഗത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വേദനകൾ വരുന്നത് എന്ന് മാത്രം ചിന്തിക്കുക. ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് മാറ്റപ്പെടേണ്ടതാണ്. മാറ്റം പ്രകൃതിയുടെ നിയമമാണ്, അത് നമ്മളും അംഗീകരിച്ചേ മതിയാകൂ. ഇല്ല, മാറത്തില്ല, എനിക്കത് തന്നെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേദന കൂടിക്കൊണ്ടിരിക്കും, അല്ലാതെ അതിൽ വേറെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല. ഒരു കയറ് അതിനെ ഒരു അറ്റത്ത് കെട്ടിയിരിക്കുകയാണ്, പക്ഷേ നമ്മളത് ചിന്തിക്കുന്നില്ല. അതെൻ്റെ കയ്യിലോട്ട് വരും എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിഞ്ഞ് വേദന എടുക്കുക എന്നുള്ളതല്ലാണ്ട് അവിടെ നിന്ന് ഒരു അനക്കവും സംഭവിക്കത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ വേദന മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷം കാണുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ
വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് യൂണിവേഴ്സിൻ്റെ സമയത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങളിപ്പോൾ ഫ്രീ ആകുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. കമൻസും ലൈക്കും ഇട്ട് നിങ്ങളുടെ എൻ്റെ ചാനലിനോടുള്ള അഭിപ്രായവും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.